Hello everyone, welcome to JM Academy. IELTS റീഡിംഗിന്റെ സെന്റൻസ് കംപ്ലീഷൻ ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സെന്റൻസ് കംപ്ലീഷൻ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യേണ്ടത്, എന്തൊക്കെ മെത്തേഡ് ആണ് അതിനകത്ത് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണിത്. അപ്പൊ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ഓക്കെ, അപ്പം ഞാനിവിടെ IELTS റീഡിംഗിന്റെ കംപ്ലീഷൻ ക്വസ്റ്റ്യൻ ആണ് എടുത്തിരിക്കുന്നത്. കംപ്ലീഷൻ ക്വസ്റ്റ്യൻ പല രീതിയിലുണ്ട്. സെന്റൻസ് കംപ്ലീഷൻ, പാരഗ്രാഫ് കംപ്ലീഷൻ, ഫ്ലോ ചാർട്ട് കംപ്ലീഷൻ, ടേബിൾ കംപ്ലീഷൻ, ഇതൊക്കെ കംപ്ലീഷൻ ക്വസ്റ്റ്യന്റെ അടിയിൽ വരുന്നതാണ്. അപ്പോൾ എപ്പോഴും ഓർക്കുക, ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇൻസ്ട്രക്ഷൻസ് വായിച്ചു നോക്കുക. ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും, അതായത് ഓരോ പ്രാക്ടീസ് മെറ്റീരിയലിലും ഓരോരോ ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും. അത് സെയിം ക്വസ്റ്റ്യൻ ടൈപ്പ് ആണെങ്കിൽ പോലും അതിനകത്ത് ഡിഫറൻസ് കാണും. അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് കെയർഫുള്ളി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ക്വസ്റ്റ്യനിലോട്ട് പോകാവുള്ളൂ. സോ ഇവിടുത്തെ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്, complete each of the following statements with words taken from reading passage 2. Write no more than 3 words for each answer. അപ്പോൾ ഇവിടെ പറയുന്നത് റീഡിംഗ് പാസേജ് 2 വായിച്ചിട്ട് അതിനകത്തുനിന്ന് എടുക്കുന്ന വേർഡ്സ് വെച്ചിട്ട് ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. 3 വേർഡ്സിൽ കൂടുതലായിട്ട് എഴുതരുതെന്നും പറയുന്നുണ്ട്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ വായിക്കുക. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ക്വസ്റ്റ്യൻ വായിക്കുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ വായിക്കുക. സോ ലാംഗ്വേജ് പ്രോബ്ലംസ് മേ കം ടു ദ അറ്റൻഷൻ ഓഫ് ദ പബ്ലിക് വെൻ ദേ ഹാവ് സച്ച് ആസ് ഫേറ്റൽ ആക്സിഡൻസ് ഓർ സോഷ്യൽ പ്രോബ്ലംസ് എന്നുള്ളതാണ്. ആദ്യം റീഡ് ദ ക്വസ്റ്റ്യൻ, ദെൻ അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ, അതായത് എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നതെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അതായത് മനസ്സിലാക്കുക. അതായത് നമ്മൾ വിട്ടുപോയ പോർഷൻ ഉണ്ടല്ലോ, ആ ഡാഷ് കൊടുത്തിരിക്കുന്നതിന്റെ തൊട്ട് മുമ്പും അതിനുശേഷവും എന്താണ് കൊടുത്തിരിക്കുന്നത്, എന്താണ് ആൻസർ ആയിട്ട് വേണ്ടതെന്നൊക്കെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യുക. സോ ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ലാംഗ്വേജ് പ്രോബ്ലം പബ്ലിക്കിന്റെ അറ്റൻഷനിൽ വരുന്നത് വെൻ ദേ ഹാവ് സംതിങ് സച്ച് ആസ് എന്നാണ്. അപ്പൊ സച്ച് ആസ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം ഫേറ്റൽ ആക്സിഡൻസും സോഷ്യൽ പ്രോബ്ലംസും എന്തിന്റെയോ എക്സാമ്പിൾസ് ആണെന്ന്, അല്ലെ? അപ്പോൾ ആ എക്സാമ്പിൾസ് എന്ത് കാറ്റഗറിയിൽ വരുന്നതാണ്, അതായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ പറ്റും, അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി എന്താണ് ആൻസർ ആയിട്ട് വേണ്ടതെന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. നൗ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡന്റിഫൈ കീവേഡ്സ് എന്നുള്ളതാണ്. ഓക്കെ, കീവേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ലെങ്തി ആയിട്ടുള്ള പാസേജിൽ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എവിടെയാണ് കിടക്കുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യണം, അല്ലെ? അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന 2-3 വേർഡ്സ് ആയിരിക്കണം കീവേഡ്സ്. ഓക്കെ, അപ്പൊ കീവേഡ്സ് വളരെ യുണീക്ക് ആയിരിക്കണം. കാരണം പെട്ടെന്ന് പോയി നോക്കിയാൽ കണ്ണോടിച്ച് നോക്കുന്ന സമയത്ത് നമുക്കിത് പെട്ടെന്ന് കാണണം, റിപ്പീറ്റഡ് ആവാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കീവേഡ് എന്ന് പറയുന്നത് ഫേറ്റൽ ആക്സിഡൻസ് ആൻഡ് സോഷ്യൽ പ്രോബ്ലംസ് ആണ്. അപ്പൊ നമുക്ക് അടുത്തതെന്ന് പറയുന്നത്, അടുത്ത സ്റ്റെപ്പ് കീവേഡ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫേറ്റൽ ആക്സിഡൻസും സോഷ്യൽ പ്രോബ്ലംസും എവിടെയാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ്. സോ നിങ്ങൾ തിരിച്ച് പാരഗ്രാഫിൽ പോയിട്ട്, അപ്പൊ ഇതാണ് ലെങ്തി ആയിട്ടുള്ള ഈ ഒരു പാരഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പൊ പാരഗ്രാഫ് ഫ്രം ദ ബിഗിനിങ് താഴോട്ട് കണ്ണോടിച്ചു പോവുക. ഈ ഫേറ്റൽ ആക്സിഡൻസ് ആൻഡ് സോഷ്യൽ പ്രോബ്ലംസ് എവിടെയാണ് കാണുന്നതെന്ന് നോക്കിയാൽ മതി. അപ്പൊ അങ്ങനെ വരുമ്പം നമ്മൾ ഈ ഒരു പാരഗ്രാഫ്, അതായത് ഓൾദോ തുടങ്ങുന്ന ഈ ഒരു പാരഗ്രാഫിലാണ് നമ്മുടെ ഈ ഒരു ഫേറ്റൽ ആക്സിഡൻസ് എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നത്. പ്രോബ്ലംസ് ഒന്നും അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇനി നമുക്ക് ആ പോർഷൻ ഒന്ന് വായിച്ചു നോക്കാം. അപ്പൊ നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻ അറിയാം, പബ്ലിക് അറ്റൻഷനിൽ ഇത് എത്തുന്നത് എപ്പോഴാണ് എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ പബ്ലിസിറ്റി എന്നും കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് എഗെയിൻ ഒന്നുകൂടെ ഉറപ്പിക്കാം അവിടെ തന്നെയാണ് ആൻസർ വരിക എന്നുള്ളത്. പബ്ലിസിറ്റി കംസ് ഓൺലി വെൻ എ ഫെയിലിയർ ടു കമ്മ്യൂണിക്കേറ്റ് ഹാസ് മേജർ കോൺസിക്വൻസസ് സച്ച് ആസ്. സോ നമ്മുടെ ആൻസർ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിക്കാണുമല്ലോ. മേജർ കോൺസിക്വൻസസ് ആണ് ഈ സച്ച് ആസ് പറഞ്ഞിട്ട് ഫേറ്റൽ ആക്സിഡൻസും ലീഗൽ പ്രോബ്ലംസും ഒക്കെ. ഇതുപോലെ തന്നെ വാർ എന്നൊക്കെ പറയുന്നുണ്ട്, പബ്ലിക് അല്ലെങ്കിൽ സോഷ്യൽ പ്രോബ്ലംസ് ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ ഇവിടെ വന്നിട്ട് നമ്മൾ മേജർ കോൺസിക്വൻസ് എന്ന് എഴുതി, അല്ലെങ്കിൽ മേജർ കോൺസിക്വൻസസ് എന്ന് എഴുതി, എന്നിട്ട് അത് ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കുക കറക്റ്റ് ആണോ, അത് ആ ഒരു ലോജിക്കൽ സിറ്റുവേഷനിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത വേർഡുമായിട്ട് മറ്റതൊക്കെ യോജിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, ദെൻ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനും അഗെയിൻ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: എവിഡൻസ് ഓഫ് ദ എക്സ്റ്റെന്റ് ഓഫ് ദ ലാംഗ്വേജ് ബാരിയർ ഹാസ് ബീൻ ഗെയിൻഡ് ഫ്രം ഓഫ് മെറ്റീരിയൽസ് യൂസ്ഡ് ബൈ സയന്റിസ്റ്റ് സച്ച് എസ് ബുക്സ് ആൻഡ് പീരിയോഡിക്കൽസ്. ക്വസ്റ്റ്യൻ വായിക്കുക, ഒന്ന് മലയാളത്തിൽ പറഞ്ഞു നോക്കുക, മനസ്സിലാക്കുക. അതായത് ബുക്സ് ആൻഡ് പീരിയോഡിക്കൽസ് പറയുന്നുണ്ട്, അതായത് അത് യൂസ് ചെയ്യുന്നത് സയന്റിസ്റ്റ് ആണ്. അതിനകത്തെ മെറ്റീരിയൽസ് എന്നും പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് എവിഡൻസ് ഓഫ് ദി എക്സ്റ്റെന്റ് ഓഫ് ദ ലാംഗ്വേജ് ബാരിയർ, ലാംഗ്വേജ് ബാരിയറിന്റെ എക്സ്റ്റെന്റ് എത്രത്തോളം ആണെന്നുള്ളതിന്റെ എവിഡൻസ് എവിടെ നിന്നാണ് ഗെയിൻ ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, അല്ലെ?
അപ്പോൾ ഇവിടുത്തെ കീവേഡ് എന്ന് പറയുന്നത് ബുക്സ് അല്ലെങ്കിൽ പീരിയോഡിക്കൽസ് അല്ലെ, സയന്റിസ്റ്റ്, ലാംഗ്വേജ് ബാരിയർ, ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇത് എവിടെയാണ് കൊടുത്തിരിക്കുന്നത് നോക്കാം. എഗെയിൻ നമ്മളുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഇതാ ഇവിടെയായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും അടുത്തത് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ താഴോട്ട് വായിക്കുന്ന സിറ്റുവേഷനിൽ നമുക്ക് ഇതാ ഇവിടെ ബുക്സ് എന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുന്ന സിറ്റുവേഷനിൽ ഇതാ ഇവിടെയാണ് books and documents consulted in libraries and other information agencies have shown that very little foreign language material is ever consulted എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ മുമ്പോട്ട് വായിച്ചു നോക്കുമ്പം in the English speaking scientific world, for example, surveys of books and documents consulted in libraries എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ബുക്സും അതുപോലെ തന്നെ ഡോക്യുമെന്റ്സ് ഒക്കെ അവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബുക്സിന്റെ മെറ്റീരിയൽസ് എവിടെ നിന്നാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി അത് എന്താണ്, സർവേസ് എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് അവിടെ സർവേസ് ഓഫ് മെറ്റീരിയൽസ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ അഗെയിൻ ഇതേപോലെ തന്നെ. An example of British linguistic insularity is a use of English for materials such as എന്നാണ്. അപ്പം എഗെയിൻ ഇവിടുത്തെ കീവേഡ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ലിംഗ്വിസ്റ്റിക് ഇൻസുലാരിറ്റി എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അത് ആദ്യം തന്നെ നമുക്ക് പോയി ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം. സോ ഇവിടെ എഗെയിൻ നമ്മൾ പാരഗ്രാഫ് വായിക്കുന്ന സിറ്റുവേഷനിൽ നമുക്ക് കാണാം, ഇവിടെ ഇതാണ് നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ബുക്സിന്റെ ആ ഒരു പോർഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അതിന്റെ താഴോട്ട് വായിച്ചു പോകുന്ന സിറ്റുവേഷനിൽ നമുക്ക് കാണാം അവിടെ കൊടുത്തിട്ടുണ്ട് in linguistic insularity എന്നൊരു കാര്യം കൊടുത്തിട്ടുണ്ട്. ബ്രിട്ടീഷ് ഇൻഡസ്ട്രി ഇൻ പെർട്ടിക്കുലർ ഹാസ് ഇൻ റീസെന്റ് ഡെക്കേഡ്സ് ഓഫൺ ബീൻ ക്രിട്ടിസൈസ്ഡ് ഫോർ ഇറ്റ്സ് ലിംഗ്വിസ്റ്റിക് ഇൻസുലാരിറ്റി. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് ആൻസർ ആയിട്ട് വേണ്ടത്? an example of British linguistic insularity is a use of English for materials such as എന്നാണ്. ഓക്കെ, അപ്പോൾ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ താഴോട്ട് വായിച്ച് നോക്കുന്ന സിറ്റുവേഷനിൽ നമുക്ക് കാണാൻ പറ്റും, താഴോട്ട് വായിച്ച് നോക്കുമ്പോൾ എഗെയിൻ ഒരു എക്സാമ്പിൾ ആണ് നമുക്ക് വേണ്ടത്. ഫോർ ഇറ്റ്സ് അസംഷൻ ദാറ്റ് ഫോറിൻ ബയേഴ്സ് വിൽ ബി ഹാപ്പി ടു കമ്മ്യൂണിക്കേറ്റ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ദാറ്റ് അവയർനെസ് ഓഫ് അതർ ലാംഗ്വേജ് ഇസ് നോട്ട് ദെയർ ഫോർ എ പ്രയോറിറ്റി. ഇൻ ദ 1960s, over 2/3 of British firms dealing with non-speaking customers were using English for outgoing correspondence. Many had their sales literature only in English. Okay, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. എന്താണ്? ഇംഗ്ലീഷ് ഫോർ മെറ്റീരിയൽ സച്ചാസ്, അതിന്റെ എക്സാമ്പിൾ ആണല്ലോ, മെറ്റീരിയലിന്റെ എക്സാമ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ സെയിൽസ് ലിറ്ററേച്ചർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ സെയിൽസ് ലിറ്ററേച്ചർ എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, an example of a part of the world where people may have difficulty in negotiating English is. അപ്പോൾ ഒരു വേൾഡിന്റെ ഒരു പാർട്ടിന്റെ എക്സാമ്പിൾ ആണ്, ഒരു എക്സാമ്പിൾ, ആൻ എക്സാമ്പിൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇവിടുത്തെ കീവേഡ് എന്ന് പറയുന്നത് നെഗോഷിയേറ്റിംഗ് ഇംഗ്ലീഷ് അല്ലെ, ഡിഫിക്കൽട്ടി, പാർട്ട് ഓഫ് ദ വേൾഡ് എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ നമ്മൾ എഗെയിൻ താഴോട്ട് വായിച്ചു നോക്കുമ്പോൾ ഇവിടെ നെഗോഷിയേറ്റ് എന്നുള്ള ഒരു വേർഡ് നമുക്ക് കീവേഡ് ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ പറ്റും. പാർട്ട് ഓഫ് ദ വേൾഡ് എന്ന് പറയുമ്പോൾ പാർട്സ് ഓഫ് ദ, കണ്ടോ, പാർട്സ് ഓഫ് ദ ഫാർ ഈസ്റ്റ്, റഷ്യ, ഈസ്റ്റേൺ യൂറോപ്പ്, അങ്ങനെ കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മളോട് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതിനകത്തുനിന്ന് ഏതെങ്കിലും ഒരെണ്ണം, യൂറോപ്പ് അല്ലെങ്കിൽ ഈസ്റ്റേൺ യൂറോപ്പ് അല്ലെങ്കിൽ റഷ്യ, അങ്ങനെ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് വന്ന് എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ സെന്റൻസ് കംപ്ലീഷൻ ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പോൾ അതിന്റെ ഒരു സ്റ്റെപ്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആദ്യം ക്വസ്റ്റ്യൻ വായിക്കുക, മനസ്സിലാക്കുക എന്താണ് ആൻസർ ആയിട്ട് വേണ്ടതെന്നുള്ളത്, ദെൻ കീവേഡ് ഐഡന്റിഫൈ ചെയ്യുക, കീവേഡ് പോയി നോക്കുക, ദെൻ ക്വസ്റ്റ്യനിലോട്ട് തിരിച്ചു വന്നിട്ട് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, എന്താണ് ആൻസർ ആയിട്ട് വേണ്ടിയതെന്നുള്ളത് ഒന്നുകൂടെ ഐഡന്റിഫൈ ചെയ്തിട്ട് ആൻസർ വന്ന് എഴുതുക, എന്നിട്ട് അതൊന്നുകൂടെ വായിച്ചു നോക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ സെന്റൻസ് കംപ്ലീഷൻ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ക്ലിയർ ആയി കാണും. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.